കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഓരോ പരമഭക്തരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ്. അതായത് ഭഗവത് വചനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അത് വ്യത്യസ്ത ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അതിന് സ്വാതേറും. അപ്പോൾ ഇന്ന് ഓരോ പരമഭക്തരെ, ഭഗവാനുമായിട്ട് അടുത്ത ബന്ധമുള്ള പരമഭക്തരെ നമ്മൾ ഈ ചാനലിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലർക്കും പരസ്പരം അറിയില്ലായിരിക്കാം, ഭഗവാന്റെ ഭക്തരെ പരസ്പരം അറിയില്ലായിരിക്കാം. അവരെയും കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. ഇന്ന് നമുക്ക് ഭഗവാനുമായിട്ട് ഏകദേശം 42 വർഷത്തെ പരിചയമുള്ള ആളാണ് കുഞ്ഞുണ്ണി നായരാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹം പൂജപ്പര ഭവൻ മുകൾ എല്ലാവർക്കും അറിയാം, കാരണം മോഹൻലാലിൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹം ട്രാൻസ്പോർട്ടിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ജോലി ചെയ്യുകയും വളരെ ഭക്തനും ശരിക്ക് വളരെ അറിവിൻ്റെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ വിശദമായി ഭക്തർക്ക് വേണ്ടി സംസാരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ചാനലിലേക്ക് സ്വാഗതം ഒന്നുകൂടി. അതുപോലെ ഭഗവാനെക്കുറിച്ച് ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഈ ചാനലിൽ കൂടി ഭഗവാനെ പറ്റി പറയാനൊരു അവസരം ഉണ്ടാക്കുന്ന നാരായൺജി അവർകളെ ഞാൻ ആദ്യമായി നന്ദിയോട് സ്മരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു ചാനൽ തുടങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം വളരെയധികം ഉണ്ട്, വളരെയധികം കോടാനുകോടി ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പറഞ്ഞറിയിക്കുവാൻ ഏത് അവസരം കിട്ടുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങയുടെ ഇത് വരുന്നതും എനിക്കത് ചാൻസ് തരികയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ദർശനം മാഹാത്മ്യം വളരെയധികം ഉണ്ട്. ആ മാഹാത്മ്യം നമ്മൾ പറഞ്ഞറിയിച്ചാലേ അറിയുള്ളൂ. പലർക്കും സ്വാമിമാരെല്ലാം ഈ കാഷായ വസ്ത്രം ധരിച്ച് ആവശ്യമില്ലാത്ത ആഡംബരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലത്ത് ഇങ്ങനൊരു മനുഷ്യനായി ജനിച്ചു. നമ്മുടെ അവതരണ ഗാനം പോലും, നമ്മുടെ ഈ ചാനലിൻ്റെ അവതരണ ഗാനം പോലും നമുക്ക് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ശരിയാണ്, മനുഷ്യനായി ജനിക്കുകയും നമുക്ക് ആവശ്യങ്ങൾ, എന്തെല്ലാം മനസ്സിൽ തോന്നുന്ന പ്രയാസങ്ങൾ ചെന്ന് പറയാൻ അദ്ദേഹത്തിനോട് പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. ഡിപ്രഷനും നമ്മുടെ എല്ലാ അസുഖങ്ങളും എല്ലാം മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ പെരുമാറുന്ന രീതി പോലും ഭയങ്കരമായി എനിക്ക് ഒരു ആദ്യം ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ചെല്ലുന്നത് ശിവരാത്രിയുടെ തലേ ദിവസമാണ് ചെല്ലുന്നത്. അപ്പോൾ കൂളത്തലയെല്ലാം കൊണ്ട് ഭക്തന്മാർ
ആശ്രമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ കാമ്പൗണ്ടിനകത്ത് 6 മണി കഴിഞ്ഞു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരെ സ്കൂട്ടറും കൊണ്ട് തമ്പാനൊരു റെയിൽവേ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പോകുന്നത്. ചെന്നപ്പം ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നു ആശ്രമത്തിൻ്റെ പരിസരത്ത്. എൻ്റെ മുമ്പ് നിന്നു. ഞാൻ നോക്കി. ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് ഒരു പനയുടെ അത്ര പൊക്കത്തിൽ തലയിൽ ജടാധാരിയായി ഒരു ഭയങ്കരമായ രൂപം, പരമശിവൻ, സാക്ഷാൽ പരമശിവൻ ആണ് ഞാൻ കാണുന്നത്. എൻ്റെ മുമ്പ് വന്നിട്ട് ചോദിക്കേ എന്താ വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഭഗവാനെ കാണാൻ വന്നതാണ്. ഇവിടെ ഭഗവാനൊന്നും ഇല്ലടോ, ഇതെല്ലാം കോവിലിൽ പോയി ഇന്ന് തൊഴ്. നമ്മൾ കോവിലിൽ പോകാറുണ്ട്, പക്ഷേ എനിക്കിന്ന് തോന്നി അങ്ങേ ഒന്ന് കാണണം, ഇദ്ദേഹമാണ് ശിവനാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്, അറിയുന്നു. അതുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. വീണ്ടും കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. എല്ലാം അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു വിടുകയാണ്, അദ്ദേഹം വെളിയിൽ ഇറക്കി വിടുകയാണ്. അവസാനം എന്നെ വന്ന് കണ്ടിട്ട് എൻ്റെ മുമ്പ് വന്ന് നിൽക്കേ, നീ കൊള്ളാലടോ. ഞാൻ വീണ്ടും തറയിലങ്ങ് സാഷ്ടാംഗം ഇത്രയും പറഞ്ഞപ്പോൾ എന്നെ അംഗീകരിച്ചല്ലോ എന്നൊരു തോന്നലായി. പക്ഷേ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പ്രയാസം തോന്നിയത് പറഞ്ഞു, ഞാൻ നയനാസ്വാമി മരുത്തോമലയിൽ അദ്ദേഹത്തിനെ കാണാൻ പോയ ദിവസം എന്നെ ശരിക്കും അടിച്ചു തുപ്പി കുളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുടിലിൽ നിന്ന് തന്നെ പുറത്തോട്ടാക്കി. ഇങ്ങനെ തടവി ഇറക്കുകയാണ്. 6 മണിയായപ്പോൾ എൻ്റെ 5:30 പറഞ്ഞു വെളിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ വെളിയിൽ വന്ന് തുടയിലൊക്കെ ഇടിക്കുക, കല്ലൊക്കെ വലിയൊരു കല്ല് അവിടെ അതിനകത്ത് കിടപ്പുണ്ട്. ഇടിച്ചതിന് കൊല്ലുമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിശയമോ. ഞാൻ വെളിയിറങ്ങിയപ്പോൾ KSRTCയുടെ എക്സ്പ്രസ് ബസ്സിൽ അവിടെ നിർത്താത്തതാണ്. അവിടെ നിർത്തി ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പൂജപ്പുര സ്വാമിയുടെ ശിഷ്യൻ വലിയ എന്നും വൈകുന്നേരം പോയി എന്നെയും കൂടെ കൊണ്ടുപോയി. ഞാൻ വളരെ കൊച്ചിലെ ഇവിടുത്തെ മോൻ്റെ പ്രായമൊക്കെ വരുള്ളൂ, എന്നെയും കൊണ്ടുപോകും. അദ്ദേഹം അവിടെ ഇങ്ങനെ പോയി മടിയൊക്കെ എടുത്ത് പഴമൊക്കെ തന്ന് ഞാൻ കുറേ വാചകം ഓടിക്കും. അപ്പോൾ സ്വാമി പറയും ഇത് ഏല വക്കീലാണ്, സംസാരിക്കണോണ്ടുള്ള ആ ഒരു സ്നേഹം. അങ്ങനെ ആ ഒരു പരമ്പര എനിക്ക് അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനിൽ നിന്നാണ് എനിക്ക് അച്ഛൻ കൊണ്ടുപോയി എന്നെ. അത് പറയാൻ കാര്യം ചിദംബരേശ്വരനെ ഗുരുവും പിതാവും അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെയാണ് നമുക്ക് ഭഗവാനെ കാണാനും ഭഗവാനെ ദർശിക്കാനും ഈ അവസ്ഥ. ഈ 75 വയസ്സാകാൻ പോകുന്നു. ഈ ഇത്രയും സമയത്ത് നമുക്ക് ജീവൻ മുക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്തിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ കാണാനും നമുക്ക് സാധിച്ചത് തന്നെ. എന്നിട്ട് അദ്ദേഹം തോമസേ ഒരാൾക്കുള്ള ചോറുണ്ട്, 6 മണി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ കുറച്ച് ചെല്ല്. എന്നിട്ട് പിറക്കെ കൂടെ എനിക്ക് പേടി, പിറകെ കൂടെ കയറി വന്നപ്പോഴേ മറ്റേ ദയാനന്ദസ്വാമിയുടെ വല്ലതും ഉപദ്രവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ കയറി വന്ന് തടുക്കിട്ട് കൊടുക്കാൻ പറഞ്ഞു. തടുക്കിട്ട് ഒരാൾക്കുള്ള ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ഇങ്ങനെ കറങ്ങി കോവിലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് പായസം ഉണ്ടായിക്കോളൂ, അതും കഴിച്ച് കുറച്ച് ഞാൻ പോരാന്നുള്ള പോകണ്ട അവിടെ ഇരിയെന്ന് പറഞ്ഞു. ഇരുന്ന് കുറേ കാര്യങ്ങൾ, പല കാര്യങ്ങളെല്ലാം നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ആളൊക്കെ എല്ലാവരും ഉണ്ടെങ്കിലും ഓരോരുത്തർക്കുള്ളത് അവരവർ എടുത്തോളാം. അദ്ദേഹം ഇങ്ങനെ വീതം വയ്ക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ മനസ്സുണ്ട്, മഴയൊക്കെ നല്ല മഴയാണ്, നിനക്ക് ഇത്രയും ദൂരത്ത് പോകണ്ടേ, കുഴപ്പമില്ല ഇരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പോർട്ട് ജോലിയുള്ള ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹം രാജപ്പൻ സ്വാമി എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു ഭഗവാൻ പറയുകയാണെങ്കിൽ പോകും, അല്ലാതെ പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് കയറി കിടക്കാം. രാജപ്പൻ സ്വാമി അവിടെ ഉണ്ട്. ഞാൻ പറയും അപ്പുറത്ത് കയറി കിടക്കാമല്ലോ. അങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പം നമ്മുടെ ശശി സാറിൻ്റെ, കല്ലറ ശശി സാറിൻ്റെ ബ്രദറ്, ഒരു മിനിസ്റ്റർ പേഴ്സൺ, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേഴ്സൺ, അദ്ദേഹം ഒരു പുതിയ കാറ് വാങ്ങിച്ചു. അതുകൊണ്ട് ജപിക്കാൻ കൊണ്ടുവന്നു. സാമ്പ്രാണിത്തിരിയെല്ലാം കത്തിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 9 മണി വിക്രമൻ നായർ ഇവിടുത്തെ പാൽക്കുളം കൊണ്ടുപോകണം കേട്ടോ. ഇയാളെ കൂടെ കൊണ്ടുപോയി തമ്പാനി ഇറക്കാൻ പോയി. അങ്ങനെ ഭഗവാൻ അന്നത്തെ ആദ്യത്തെ ദർശനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് എനിക്ക് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈശ്വരനായി മനുഷ്യൻ ജനിച്ചിരിക്കുകയാണ്. അതിന് സംശയമില്ല. ഈ അവതരണ ഇതുപോലും ഒരിക്കലും അത് മാത്രം മതി, അതിൽ കൂടുതലൊന്നും ഇദ്ദേഹത്തെ പറ്റി അറിയേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളൊരു അവതരണഗാനത്തിനെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ച നാരായൺജിയാണ് ഈ സ്റ്റുഡിയോ ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. കാരണം വളരെയധികം ആളുകൾ മനസ്സിലായി കഴിഞ്ഞു. ഇദ്ദേഹം പലരും ചോദിക്കാറുണ്ട്, ലോകം പല രാജ്യങ്ങളിൽ നിന്നും വിളിക്കാറുണ്ട്. കാരണം ഇതിൽ ഈ ചാനൽ കണ്ടിട്ട്, ഇപ്പോൾ അങ്ങ് ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഈ ചാനൽ കണ്ടിട്ട് ഇപ്പോൾ അങ്ങക്ക് ഭഗവാനെ കണ്ട് അനുഭവസ്ഥരാണ്, ഒരുപാട് അനുഭവം കിട്ടിയ ആളുകളാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത എത്രയോ പേര്
ഭഗവാന്റെ ഈ ചാനലിലൂടെ കണ്ടിട്ട് ഭഗവാന്റെ ദർശനം കിട്ടുകയും അനുഗ്രഹ ആശ്രിതകൾ അവർക്ക് കിട്ടുകയും അവരെ ദുരിതം മാറുകയും ജോലിയില്ലാത്തവർക്ക് ജോലി, അസുഖങ്ങളാൽ ബുദ്ധിമുട്ടി നിന്നവർക്ക് അസുഖശമനം, ഇതെല്ലാം കണ്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. അപ്പോൾ അത്ര ദയാലുവും അത്ര കാരുണ്യവാനുമാണ് ഭഗവാൻ. അപ്പോൾ അത് ഭഗവാന്റെ ഏറ്റവും വലിയ, അതുകൊണ്ട് ഈ കണ്ടവരുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ല. ഭഗവാന്റെ ദർശനം കിട്ടിയവർ ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞവരാണ്, ഈശ്വരനെ ഡയറക്റ്റ് കണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ടിൽ ശരിക്ക് ആ പാട്ട് ശരിക്ക് ഭഗവാന് വേണ്ടി എഴുതിയതാണോ എന്ന് സംശയം തോന്നിപ്പോകും. ആ പാട്ട് ശരിക്ക് പറഞ്ഞാൽ ഭഗവാൻ വെറും മനുഷ്യരൂപത്തിൽ ഇരുന്നു കൊണ്ട്, ശരിക്ക് സാക്ഷാൽ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഇരുന്നു കൊണ്ട്, മനുഷ്യരൂപത്തിൽ ഇരുന്നാലേ മനുഷ്യർക്ക് ഗുണം വരുള്ളൂ. മനുഷ്യർക്ക് ഗുണം വരണമെങ്കിൽ മനുഷ്യരൂപത്തിൽ വരണം. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയതും ഭഗവാൻ പറഞ്ഞു തന്ന രീതിയിലും 4 തരത്തിൽ ആത്മാക്കളുണ്ട്. 4 ആത്മാക്കളുണ്ട്. ഏറ്റവും വലിയ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. പരമാത്മാവിൻ്റെ മക്കളായിട്ട് വന്നവരാണ് മറ്റാത്മാക്കൾ. അതിൽ പരമാത്മാവിൻ്റെ തൊട്ട് താഴെ ദേവാത്മാവ്, അതായത് ദൈവങ്ങൾ. അപ്പോൾ ഈശ്വരനെ, പരമാത്മാവിനെ ആരും കണ്ടിട്ടില്ല, പക്ഷേ ദേവാത്മാക്കളെ കണ്ടിട്ടുണ്ട്. ദേവാത്മാക്കളിൽ ഏറ്റവും മൂത്തവരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതിൻ്റെ താഴെ ജീവാത്മാക്കളുണ്ട്, നമ്മളിലൊക്കെ ഇരിക്കണേ. അതിൻ്റെ വേറൊരു ശാന്തി കിട്ടാതെ അലയുന്ന ആത്മാക്കളുണ്ട്, ദുരാത്മാക്കൾ. ഇതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്, പരമാത്മാവിൻ്റെ അംശങ്ങളാണ്. അപ്പോൾ ഈ ആത്മാക്കളെ ശരിക്കും ജീവാത്മാക്കളെ ദേവാത്മാക്കളാക്കിയിട്ട് മാത്രമേ പരമാത്മാവിൽ ലയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ദേവാത്മാക്കളാണ് ഈ ശരിക്കും പറഞ്ഞാൽ അവതാര പുരുഷന്മാരെല്ലാം. ഇവരെല്ലാം വരണം എന്തിനാണ്? നമ്മളെപ്പോലെ ഉള്ളവരുടെ അജ്ഞത മാറ്റി ഇരുട്ടി കിടക്കുന്ന നമ്മളെയൊക്കെ വെളിച്ചത്തിൽ എത്തിച്ചാലേ അങ്ങോട്ട് കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ വലിയ ദൗത്യമായിട്ടാണ് വരണം. അതിൽ മറ്റുള്ളവർ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. ഭഗവാന് സാക്ഷാൽ ചിന്താലേശന് അൺലിമിറ്റാണ്, അതിന് വലിയ ലിമിറ്റില്ല. എത്ര ദുഷ്ടനെയും നിമിഷ നേരം കൊണ്ട് നല്ലവനാക്കാനുള്ള ശക്തിയുണ്ട്. ബാക്കിയുള്ളവർ വർഷങ്ങളോളം ഒരു ഗുരുവിൻ്റെ ശരിക്കും 12 വർഷക്കാലം ഗുരു പാദത്തിങ്കൽ നിന്ന് പാദസേവ ചെയ്താലേ അവന് ഗുരു എന്തെങ്കിലും കൊടുക്കുള്ളൂ എന്നാണ്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഒറ്റ ദർശനത്തിൽ തന്നെ അവന് കിട്ടേണ്ടത് കൊടുക്കും ഭഗവാൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അങ്ങ് ചെന്നപ്പോഴും ഭഗവാന്റെ ആ ഒരു സ്വീകരണം. ഭഗവാൻ പിന്നെ ആരെയും ഉപദ്രവിക്കുകയോ മറ്റ് പല സന്യാസി വര്യന്മാരെ പോലെ ഉപദ്രവിക്കുകയോ ഓട്ടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവിടെ ഭഗവാന് അത് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ഞാനൊരു പുല്ലിനേക്കാൾ എളിയവനാണ്, എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വലിയ 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 സന്യാസി വര്യന്മാരുണ്ട് അവിടെ പോകൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടാൻ മാത്രമേ ഉള്ളൂ. അത് ഭഗവാൻ ഇങ്ങനെ സൗമ്യമായ രീതിയിൽ അങ്ങ് ഒഴിവാക്കി വിടാൻ നോക്കും. ഇത് ഉൾക്കൊള്ളാൻ ഇല്ലാത്ത ആത്മാവാണെങ്കിൽ അതോടുകൂടി പോകും. ഇല്ല, പോവാതെ പിടിച്ചു നിൽക്കുന്ന ആത്മാക്കളെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാവും, അദ്ദേഹം ചേർത്ത് പിടിച്ചാൽ പിന്നെ ആർക്കും ഒന്നും തൊടാൻ പറ്റത്തില്ല. സാക്ഷാൽ യമധർമ്മന് പോലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര കരുണാമയനാണ് ചിന്താലേശൻ. അദ്ദേഹം പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമായിട്ട് നിൽക്കുകയാണ് കയ്യിൽ. ഞാൻ ചെന്ന് ഇങ്ങനെ തൊഴുതിട്ട് വന്നു, നീ വലിയ ഗണപതി ഭക്തൻ, പ്രസാദം കയ്യിൽ തന്നു, കഴിച്ചോളാൻ പറഞ്ഞു. വീട്ടിലും കൊണ്ടുപോകുന്നത്. അങ്ങനെ അദ്ദേഹം ഏതൊരു കാര്യത്തിലായാലും ശരി, അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യ വ്യാധികൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാറ്റുന്നതിന് ഏറ്റവും പ്രാപ്തനായി നമുക്ക് അദ്ദേഹം സമാധി ആയെങ്കിലും ജീവസമാധിയാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുക. അതെ, പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും മാനസികമായി അദ്ദേഹമായിട്ട് പൊരുത്തപ്പെട്ടവർക്ക് മാത്രമേ ഇത് കാണാനും അറിയാനും സാധിക്കുള്ളൂ. നമുക്ക് ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾ ജന്മം കൊടുത്തതുകൊണ്ടാണ് എന്നെ പോലുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ പിടിച്ചു നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഈ ചാനലിലുള്ള ഇത് പലരും അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. എല്ലാവർക്കും ഒരുപോലത്തെ അനുഭവങ്ങളല്ല, വ്യത്യസ്തമായ ആത്മാക്കളല്ലേ. വ്യത്യസ്ത ആത്മാക്കൾക്ക് വ്യത്യസ്ത അനുഭവം ഉണ്ടാവും. ആത്മാക്കള് ഇപ്പം 800 കോടി
മനുഷ്യനുണ്ട് ലോകത്ത്, 800 കോടിയോളം മനുഷ്യരുണ്ട്. 800 കോടി ആത്മാക്കളാണ്, 800 കോടി കർമ്മഫലമാണ്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ സ്വാമിയൊക്കെ കാണും കാണിച്ചതിൽ, പക്ഷേ 800 കോടി ആത്മാക്കളാണ്. അത് സർവ്വചരാചരങ്ങളിലിരിക്കുന്ന ആത്മാക്കളും വിഭിന്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അതിനെ എല്ലാം ഉൾക്കൊണ്ട് ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു ജീവനെ മുമ്പ് എത്തുമ്പോൾ തന്നെ ഇതെന്താണ്, ഇത് എത്ര മുക്തമായിട്ടുള്ളതാണ്, എത്ര പഴക്കമുള്ളതായിട്ടുള്ളതാണ്. ചിലർ തന്നെ വരുമ്പോൾ മുഷിഞ്ഞ് കണ്ടാൽ തന്നെ നമ്മൾ അവരെ ഒരു റെസ്പെക്റ്റ് തരാത്ത രീതിയിലുള്ള ചില ആൾക്കാർ വരും. നമ്മൾ കാണുമല്ലോ, മുഷിഞ്ഞ് ഒരു കീറിയ തുണിയെ കൊടുത്ത് അവശനായിട്ട് വരും. ഭഗവാൻ അവരെ കണ്ട മാത്രയിൽ ഭയങ്കരമായ റെസ്പെക്റ്റോട് കൂടി വരണം, ഇരിക്കണം എന്ന് പറയും. വലിയ ആൾക്കാരെന്നും പറഞ്ഞ് വലിയ പത്രാസിൽ വലിയ സ്റ്റാറ്റ് കാറിലൊക്കെ വന്നാൽ എന്താണ് വന്നത്, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇരിക്കണേ, കണ്ടല്ലോ വല്ലതും കഴിച്ചിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ ഇത് അദ്ദേഹം കാണുന്നത് നമ്മളിലിരിക്കുന്ന ആത്മാവിനെയാണ്, ശരീരത്തെ അല്ല. ബാക്കി നമ്മൾ കാണുന്ന എന്താണ്, അവൻ്റെ പത്രാസിനെ, അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അവൻ്റെ പൈസ, അവൻ്റെ ആസ്തി, അവൻ്റെ അധികാരം, അവന് എന്തൊക്കെയുണ്ട്, ഇതിനെയാണ് സാധാരണ മനുഷ്യരായിട്ടുള്ളവർ കാണുന്നത്. ഭഗവാൻ അതിനെ ചിന്തിക്കാറേ ഇല്ല. ആ വന്നിരിക്കുന്നവരെ ആത്മാവിൽ എന്ത് കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ അങ്ങക്ക് ചിലപ്പോൾ കൊച്ചുനാൾ തൊട്ട് പറഞ്ഞു, അച്ഛൻ്റെ സമയം തൊട്ട് സന്യാസി വര്യൻ്റെ ഒരു ദർശനം കിട്ടിയ ആളാണ്. അത് തമ്പുരാനറിയാം. ആ ദർശനഭാഗ്യം കിട്ടിയ ആളായതുകൊണ്ടാണ് ചെന്നതിൻ്റെ അന്ന് തന്നെ അങ്ങക്ക് അതിൻ്റേതായ ആ ഒരു അംഗീകാരം കിട്ടാൻ കാരണം. വേറൊരു ദിവസം ഞാൻ ചെന്ന സമയത്ത് ഉച്ചസമയം ആയി, ആഹാരം കഴിക്കാൻ പറഞ്ഞു. അത് ചെന്നു ആഹാരം കഴിച്ചു. ഇത് കാട്ടാക്കട വെച്ചാണ്, കള്ളിക്കട ആശ്രമത്തിൽ വെച്ചാണ്. എന്നിട്ട് ഞാൻ വരാൻ നേരത്തേക്ക് ഒരു ദക്ഷിണമാണ്, ഒരു ദക്ഷിണ നീ വെച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു, വലിയ അതിശയപ്പായിരുന്നു. അടുത്തൊരു ദക്ഷിണ എന്നിട്ട് പറഞ്ഞു, നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് തന്നു, ഞാൻ ഇത് വാങ്ങിച്ചു. വളരെ സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് സൂക്ഷിച്ചു. പുതിയ പേനായിട്ടിരുന്നത്, പുതിയ പേനിൻ്റെ പാക്കറ്റിൽ പേപ്പറിൽ ചുരുട്ടി വച്ചിട്ട് ഞാൻ സാധാരണ ഇദ്ദേഹത്തിനെ കാണാൻ പോയിട്ട് നേരെ പൂന്തറ പോകും. പൂന്തറ പോയി ആ മണലിൽ പോയി കുറേ നേരം ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര കണക്ഷനാണ്. ഇവിടുന്ന് കണക്ഷനാണ്, ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണെന്ന് മനസ്സിലായത്. മറ്റേ രണ്ടാമത്തെ സ്വാമിയാണ്. അത് മസൂർ. അപ്പം അദ്ദേഹം കുത്തിയിരിക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലേക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവം ഞാനിത് പെട്ടെന്ന് മറന്നു. അപ്പോൾ ഒരു ദക്ഷിണ ഇടാനായിട്ട് വേറൊരാൾ ദക്ഷിണയാണ്. ഞാൻ പെട്ടെന്ന് തപ്പി നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ പാക്കറ്റ് പൊത്ത്. എനിക്ക് തന്നെ ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിറാക്കിൾ എന്നാണ് പറയുന്നത്. ഭയങ്കര അതിശയമായി. എൻ്റെ പാൻറ്റിൻ്റെ പാക്കറ്റ് പൊത്ത്. ഈ പൈസ അവിടെ ഇരിക്കുന്ന സുന്ദരം എന്ന് പറഞ്ഞ BSNL അവിടെ വന്നിരിക്കും ധ്യാനത്തിന്. പുള്ളി എപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇത് അറിയില്ല, എൻ്റെ പാക്കറ്റിൽ നിന്ന് എൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ കൂടെ നേരെ ആ മണലിൽ നിന്നെടുത്ത് അകത്തിട്ടു. അപ്പോൾ ഞാനിത് നോക്കിയിട്ട് തപ്പി ആകെ പ്രയാസമായി. സ്വാമി ഇങ്ങനെ പറയുകയും ചെയ്തിട്ട് നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അവസാനം സുന്ദരം ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ വല്ലതും വിടുന്നു എൻ്റെ പാക്കറ്റിൽ നിന്ന്, കോയിൻസ്. സാറേ അതിർത്ത് ഞാൻ ഇട്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞു വിട്ടിരിക്കുക, നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അവിടെ കൊടുക്കാനുള്ളത് സെപ്പറേറ്റ് പിന്നെയും തന്നത്. ഇതിനെ അദ്ദേഹം എടുത്ത് എന്ത് ചെയ്തു, അവിടെ ഒരു മരം നിൽപ്പുണ്ട്. അദ്ദേഹം ഇരുന്ന സ്ഥലം മരത്തിൻ്റെ പോടിനകത്ത് ഇപ്പോഴും കൊണ്ട് അവിടെ അദ്ദേഹം അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അനുഭവങ്ങളാണ്. അപ്പോൾ വീട്ടിൽ എൻ്റെ വൈഫിനെ കാണണമെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു ശരി പോവാം. അപ്പോൾ എന്ത് വേണം? ഞാൻ പറഞ്ഞു ഭാഗവൻ നിൻ്റെ മനസ്സ് തോന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അരി ശർക്കരയൊക്കെ ഞങ്ങൾ പോത്തക്കുളങ്ങിയൊക്കെ വാങ്ങിച്ചു. എന്താണ് അത് പൊങ്കാല ഇടാനായിട്ട് അവിടെ കൊടുക്കും. ഞാൻ പറഞ്ഞു സ്വാമി പൊങ്കാല എന്നുള്ളതില്ല, അല്ല ദേവിക്ക് അവിടെ അദ്ദേഹം ഇട്ടോളും. അങ്ങനെ പോയി കൊണ്ടുവച്ചു. എന്താ പൊങ്കാലയൊക്കെ ഇടണോ? വരികൾ ചോദിക്കുക, പൊങ്കാലയൊക്കെ ഇടണമില്ലേ? അപ്പോൾ അവർ പറഞ്ഞ് പൊങ്കാല ഇടാൻ വേണ്ടി എന്നാൽ വെള്ളിയാഴ്ച ഇന്ന് കൊള്ളാം, വൈകിട്ടത്തേക്ക് പൊങ്കാല ഇടാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എല്ലാം അറിയുന്നു, നമ്മൾ സംസാരിക്കുന്നത് അറിയുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചലനം പോലും അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവാനെ ദർശിക്കണമെങ്കിൽ അന്ന് ഭഗവാൻ തീരുമാനിക്കണം ആരെന്നെ വന്ന് കാണണം എന്ന്. ഭഗവാൻ അനുവാദം തരാതെ സാറിന് ഇറങ്ങാനും പറ്റില്ല, അവിടെ എത്താനും പറ്റില്ല, അവിടെ ഒന്നും കൊണ്ട് വയ്ക്കാനും പറ്റില്ല. അതിനൊരു ഉദാഹരണം, നമ്മൾ ചോദിക്കാതെ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം സമ്മതത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നത് തന്നെ ആ ടൈം അത്രയും വണ്ടിയെങ്കിലും ബ്രേക്ക്ഡൗൺ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ ആരെയും കൊണ്ടുവരരുതെന്ന് ഒരു ദിവസം എൻ്റെ കൂടെ
ഒരു സിദ്ധ വിദ്യാർത്ഥി, അദ്ദേഹം ഇവിടുന്ന് വരുന്ന ആളാണ്. ഈ അരവണയിലവിടെ ഈ പഞ്ചാമൃതം വരുന്ന ഇത് വിഷു കഴിഞ്ഞിട്ട് അവിടെ വരെ കാർത്തികയ്ക്ക്. അപ്പം എൻ്റെ കാലം പറയാശ്രമം ചെയ്തു. അപ്പം എൻ്റെ കൂടെ ഞാൻ കൂടെ വരട്ടാന്ന് ഞാൻ കൂടെ വരാൻ പറഞ്ഞ് വന്നു. നാടേ വന്നപ്പോൾ അദ്ദേഹം കയറുണ്ടാന്ന് പറഞ്ഞു. അവിടുന്ന് ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് എന്നെ കയറാൻ പറഞ്ഞു. പൂജപ്പുര കയറി അവർ കൂടെ വന്നത്. ഞാൻ പറഞ്ഞു സിദ്ധ വിദ്യാർത്ഥി അവിടെ നിൽക്കിയിട്ട് അവിടുത്തെ സാധനമൊക്കെ നല്ലതാണ്, പെർഫെക്റ്റാണ്, ഭയങ്കരമാണ്. പക്ഷേ അയാൾ കുറച്ച് നേരം നിന്നിട്ട് വരട്ടെ. കുറേ കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞ് വന്നു. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഇങ്ങനെ പറഞ്ഞ് ഈ വരുമ്പോഴേ വല്ലവരെയൊന്നും കൊണ്ടുവരരുത്, എനിക്കത് താല്പര്യക്കുറവാണ്. അവർ പലരും പല രീതിയാണ്. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, കുഴപ്പമില്ല, വന്നോ കുഴപ്പമില്ല. അപ്പോൾ സായി പോയപ്പം ഇദ്ദേഹത്തിന് പ്രസാദം വാങ്ങിച്ച് അവിടെ എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട് അയാൾ അദ്ദേഹത്തിനെ കൊണ്ട് കൊടുത്തില്ല. ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തതിന് ശേഷം അങ്ങനെ പോയതിന് ശേഷം പറഞ്ഞു നമുക്കെല്ലാവരെയും ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. കണ്ട സിദ്ധ വിദ്യാർത്ഥിയാണ് എല്ലാമാണ്. പക്ഷെ എന്താണോ എനിക്ക് അതല്ല നമ്മളിൽ ഭഗവാൻ എനിക്ക് ഇങ്ങനെ വണ്ടി വെച്ച് കണ്ടപ്പോൾ ഈ വേഷഭൂഷാദികളെ കണ്ടപ്പം സിദ്ധ വിദ്യാർത്ഥിയാണ് തോന്നിയതുകൊണ്ടാണ്. കുഴപ്പമില്ല. അപ്പം പറഞ്ഞു എന്നോട് പറഞ്ഞു ഇനിമേൽ ആരെങ്കിലും കൂടെ വരുമ്പോൾ വരണമെന്ന് പറഞ്ഞാലും കൊണ്ടുവരരുത്. അങ്ങനെ അദ്ദേഹം ഒരു താക്ക് കൂടെ തന്നു വിട്ടു. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ വന്ന് കുറേ ഗുരുവായൂരിലെ കളഭമുണ്ട്, കുറേ ഫോട്ടോകൾ, ദൈവത്തിൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഭഗവാൻ എനിക്കൊരു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല വീട്ടിൽ വയ്ക്കാനില്ലല്ലോ. അത് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. നിനക്ക് തിരുവന്താംകുന്ന് നിനക്കിത് വേണ്ട, മൂകാംബിക ദേവിയുടെ നിനക്കിത് വേണ്ട, അങ്ങനെ ഓരോന്നും പറഞ്ഞു മാറ്റി വയ്ക്കുക. അവസാനം അഷ്ടലക്ഷ്മിയുടെ ഇപ്പം കാണിച്ച പടം അദ്ദേഹം ഫോട്ടോ ഒന്ന് ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ദിവസം രാവിലെ കാണുന്നത് ആ ഫോട്ടോയിൽ കൂടെ കാണുന്നത് ഇതേ രൂപമാണ് ഭഗവാന്റെ രൂപം. ഞാൻ കാണുന്നത് തൊഴുമ്പോൾ രാവിലെ എനിക്ക് തൊഴുത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതേ രൂപത്തിലാണ് ഞാൻ കാണപ്പെടുന്നത്. അഷ്ടലക്ഷ്മി തന്നെ, പക്ഷേ പൂവൊക്കെ എടുത്തതും. പക്ഷേ എനിക്കെൻ്റെ മനസ്സിൽ ഈ ഒരു രൂപമാണ് ഇപ്പം കാണുന്നത്. ഭയങ്കരമായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ പോലും ആ രൂപമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഓരോരോ അത്ഭുതങ്ങളാണ് അദ്ദേഹം ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം. അതെ, അതിൽ ദേവിയുടെ മഹാലക്ഷ്മിയുടെ രൂപത്തിൽ കാണുക എന്ന് പറയുന്നത് അമ്മയാണല്ലോ എല്ലാം. അമ്മയുടെ മക്കളാണ് സർവ്വചരാചരങ്ങളും. അത് ഇനി ആരില്ലെന്ന് പറഞ്ഞാലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും ഉണ്ട് അമ്മ. അപ്പോൾ ആ അമ്മ ആണ് അദ്ദേഹം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് ദൈവത്തെ ആരാധിച്ചാലും ശരിക്കും ഭക്തർക്ക് ഭഗവാനിലൂടെ ദർശനം കിട്ടുകയുള്ളൂ. അവിടെ പ്രകാശിക്കുന്ന ഭഗവാനായിരിക്കും. രൂപം യാദവായിക്കോട്ടെ, അവിടെ കാണുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അത് ഭഗവാനായിരിക്കും. ഇപ്പം നമ്മൾ അവിടെ ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അവിടെ കാണുന്ന വിഗ്രഹം അല്ലെങ്കിൽ അവിടെ കാണുന്ന രൂപം ശരിക്കും ഭഗവാന്റെ രൂപമാണ്, അല്ലാതെ ഒരു രൂപം ഇല്ല. മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മയെ കണ്ടിട്ടുണ്ട്, അതേപോലെ ജന്മം നൽകിയ അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അടുത്ത് കഴിഞ്ഞ് ദൈവമായിട്ട് കാണുന്നത് ഇദ്ദേഹത്തെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കാണപ്പെട്ട ദൈവമാണ്, മറ്റൊന്നും കണ്ടിട്ടുള്ള ദൈവമല്ല. കാണാത്ത ദൈവത്തിന് നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ കണ്ട ദൈവം ഈ ദൈവങ്ങളിലെല്ലാം പ്രകാശിക്കും. അങ്ങനെയാണ് സാറ് രാവിലെ എഴുതിച്ച അമ്മയെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ മഹാലക്ഷ്മിയല്ല ഭഗവാനെ കാണുന്നത് തന്നെ. കാരണം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ചിന്താലേശൻ. കാരണം എല്ലാ ഭക്തരുടെ ഹൃദയത്തിലും അദ്ദേഹം കുടികൊള്ളയാണ്. ഇപ്പം ജീവസമാധിയിലേക്ക് സാറ് പറഞ്ഞ പോലെ പ്രവേശിച്ചതിന് ശേഷം ഭഗവാൻ സർവ്വവ്യാപിയാണ്. മറ്റത് ചിലപ്പോൾ ശരീരത്തിലിരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും നമ്മൾ ചെന്ന് കാണുമ്പോഴും പെട്ടെന്ന് പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല, എവിടെ ഇരുന്നാലും സർവ്വവ്യാപിയല്ലേ, എവിടെ ഇരുന്ന് സ്മരിച്ചാലും ആ ഹൃദയത്തിൽ ഓടിയെത്തും. ഇങ്ങനെ സ്മരിക്കുമ്പോൾ ഓടിയെത്തും. അത് മനോവേഗത്തിലെത്തും എന്നാണ് ഭഗവാൻ. മനസ്സിന് വേഗതയില്ലല്ലോ സാർ. ഇപ്പം അമേരിക്കയിൽ പോയിട്ടുള്ള ഒരാൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഇന്ന സ്ഥലം, അപ്പോൾ ഞാൻ 49 രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആ ഒരു രാജ്യത്ത് പോയിട്ട് അമേരിക്കയിൽ എവിടെ എന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ ഞാൻ പറയും ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ എവിടെ? അത് ന്യൂ ഹൈ പാർക്കിൽ എന്ന് പറയുമ്പോൾ ന്യൂ ഹൈ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വഴുത കടന്നോ പൂജപ്പുര എന്ന് പറയും പോലെ ഒരു സ്ഥലം അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എത്തി. ആ എത്തുന്ന വേഗത്തിൽ ഭഗവാൻ മനസ്സിൽ ഓടിയെത്തും. നമ്മളൊന്ന് സ്മരിച്ചാൽ മതി, അവിടെ എത്തും. സെക്കൻഡ് വേണ്ട, അത്ര വേഗത്തിൽ എത്തുന്ന
പരബ്രഹ്മമൂർത്തിയായി മാറിയിരിക്കുകയാണ് സാക്ഷാത് ചിന്താലേശൻ. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ എഴിച്ച് സാറ് കാണുമ്പം ഭഗവാന്റെ സാറ് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അവിടെ വരെയാണ്. അത് ആ പടത്തിൽ വന്ന് കാണണമെന്ന്, പടത്തിലൂടെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അതെത്തും. അതാണ് ഭഗവാൻ. ഇപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ എനിക്ക് മനസ്സിലിപ്പോഴും ഉണ്ട്. അടുത്ത എപ്പിസോഡുകളിലായി ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം. നിർത്തുന്നു. നന്ദി.